എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തപ്പഴവും ബ്രെഡും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള ഏത്തപ്പഴം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏത്തപ്പഴമൊക്കെ കളറൊന്ന് ചേഞ്ചായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഏത്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഈ ഏത്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ്. ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ തവി കൊണ്ട് തന്നെ കുറച്ച് ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞും കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത്തപ്പഴമൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സൈഡിലെ ആ ഒരു ബ്രൗൺ കളർ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന ഓരോ റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ബ്രെഡൊന്നും പൊടിഞ്ഞു പോകാതെ നമുക്ക് ഓരോ ബ്രെഡായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതാ ഇപ്പോൾ ആദ്യമത്തേത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ബ്രെഡും ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചേറെ ടൈം വെളിയിലെടുത്ത് വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുത്തിട്ട് ഇതുപോലെ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡെല്ലാം നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ചേറെ ടൈം വെളിയിലെടുത്ത് വയ്ക്കുക. ഇപ്പോൾ ഞാൻ ഈ ബ്രെഡെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട വേണം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചു. പിന്നെ നമ്മളിതിലേക്ക് 2 സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സ്പൂൺ കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ ബ്രെഡ് ഒന്ന് പരത്തിയെടുത്തു. ഏത്തപ്പഴം നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മുട്ടയിൽ പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡ് ബനാന ടോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ പരത്തി വെച്ചിരുന്നതിൽ ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് അതിന് നടുവിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഏത്തപ്പഴത്തിൽ കുറച്ചൊന്ന് വെച്ച് കൊടുക്കുക. ഏത്തപ്പഴം നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഒരു 1.5 സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഒന്ന് റോൾ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയിൽ കുറച്ച് ഈ ബ്രെഡിൻ്റെ 4 സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കുക. ഒരു സ്പൂണിൽ കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ബ്രെഡ് ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രെഡ് ഒരു സൈഡ് ഒന്ന് മടക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ മറ്റേ സൈഡും കൂടി മടക്കി നമ്മൾ മുട്ട ഒട്ടിച്ച ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. സൈഡും നമ്മൾ അതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് നടുവിലേക്ക് നമ്മൾ ഏത്തപ്പഴം വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിലെല്ലാം മുട്ടയുടെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മുട്ടയുടെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മൾ വീണ്ടും ഈ മുട്ടയിൽ ഒന്ന് മുക്കിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ രണ്ടാമത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ 5 പീസ് ബ്രെഡും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ബ്രെഡ് ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കിയെടുക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചൂടായിരിക്കുന്ന പാനിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. പാനിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ
സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പുറമൊക്കെ കരിഞ്ഞു പോകും. സ്റ്റൗ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡ് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് റെഡി ആയി കിട്ടും. നമ്മൾ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. കളറൊക്കെ ഒരുപാട് അങ്ങ് ചേഞ്ചായി പോകണ്ട. ഏത്തക്കയൊക്കെ കുക്കായതാണ്, അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നമ്മൾ എഗ്ഗിലൊന്ന് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മാത്രം ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്